السلام عليكم ورحمة الله وبركاته. إلى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മുഅ്മിനീങ്ങളെ, സാധാരണ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും നടത്തി വരാറുള്ള സ്വലാത്തുൽ നാരിഅ, അതിൻ്റെ ദുആഇൻ്റെ മജ്ലിസാണിത്. ഇതിൽ ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമൊക്കെ സ്വലാത്തുകൾ ചൊല്ലി എല്ലാ വെള്ളിയാഴ്ച രാവും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാന്തപുരത്ത് നിന്ന്, അടിവാരത്ത് നിന്ന്, കൊടുവള്ളിയിൽ നിന്ന്, താമരശ്ശേരിയിൽ നിന്ന്, ഇങ്ങനെ ഒരുപാട് ആളുകൾ, കുനിങ്ങാട് നിന്ന്, അങ്ങനെ ഒരുപാട് ആളുകൾ നാരിയ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മജ്ലിസ് കൊണ്ട് പല രോഗങ്ങളും ശിഫയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളും എല്ലാ ആഴ്ചയിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരുപാട് ആളുകൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. പ്രത്യേകം ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വയനാട് 4-ാം മൈലിൽ താമസിക്കുന്ന ഒരു സൂഫി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 65 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ അവശനായി, അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിന് പഴുപ്പ് കുടുങ്ങിയിട്ട് ബാക്ക് ഭാഗം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പൈപ്പിട്ട് കൊടുത്തുകൊണ്ട് പഴുപ്പുകൾ ഒരു ദിവസം 1 ലിറ്ററോളം എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർ മേപ്പാടിയിലുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സാമ്പത്തികമായ ഒരു കഴിവില്ലാത്ത ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിന് ദ്വാരക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എടച്ചേരിയിൽ നിന്ന് നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ചൊല്ലിയവരൊക്കെയും ദ്വാരക്കാൻ പ്രത്യേകിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്. പെട്ടെന്ന് നിർത്തുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവുമാണ്, ഒരുപാട് തിരക്കുകളുണ്ടെന്ന്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ചുരുക്കി ദ്വാരക്കുകയാണ്. എല്ലാവരും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد صلاة ترضيك وترضى بها يا رب العالمين. അർഹമർറാഹിമായ സയ്യിദായ രാജാവായ അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, സാദാത്വീങ്ങളും എല്ലാവരുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ പുറത്തു മാഫാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുദോഷങ്ങൾ, വൻദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. നരകം ഞങ്ങളിൽ നിന്നൊക്കെ നീ തുക്കാക്കണേ അല്ലാഹ്.
സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെ ഖബറുകളും വിശാലമാക്കി തരണേ അല്ലാ. ഖബറിന്റെ അദാബുകളും ശിക്ഷകളും നീ ദൂരീകരിക്കണേ അല്ലാ. സിറാത്ത് എന്ന പാലം മിന്നെറിയും പോലെ കടത്തിത്തരണേ അല്ലാ. ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗങ്ങളിൽ ഞങ്ങളെ പെടുത്തിത്തരണേ അല്ലാ. ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തിത്തരണേ അല്ലാ. അർഹമർറാഹിമായ സയ്യിദായ രാജാവായ അല്ലാഹ്, നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവിടുത്തെ ഹൗദിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും കുടിപ്പിക്കണേ അല്ലാഹ്. ആ കൈപിടിച്ച് ചുംബിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമർറാഹിമായ അല്ലാഹ്, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഖൽബിലുള്ള ഖിബറു ഹസദു റിയാഉ വളഹു ജുബുറുസ് എല്ലാ വേണ്ടാത്തതും ഞങ്ങളിൽ നിന്ന് നീ ദൂരത്താക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഇവിടെ പറയപ്പെട്ടവർ, ഏൽപ്പിച്ചവർ, അവരുടെയും ഞങ്ങളുടെയും മക്കള്, കുടുംബങ്ങള്, ഭാര്യമാര്, വേണ്ടപ്പെട്ടവർ, സ്നേഹിച്ച മുഴുവൻ ആളുകളെയും നീ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ്. കാമിലായ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ പിടിപെട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. വയറുവേദന, കൈവേദന, കാലുവേദന, ശരീരം വേദന, കഴുത്തുവേദന, അല്ലാഹുവേ, ബ്രെയിൻ ട്യൂമർ, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, ബ്രെയിൻ ട്യൂമർ, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, പ്രമേഹം, പ്രഷർ, അല്ലാഹുവേ, അറ്റാക്ക്, അതുപോലെ തന്നെ ശ്വാസകോശത്തിലുള്ള പഴുപ്പ്, ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. നാരിഹത്ത് സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട്, ജാഹു കൊണ്ട്, ബർക്കത്ത് കൊണ്ട് അവർക്കൊക്കെയും ഞങ്ങൾക്കൊക്കെയും നീ ശിഫ നൽകണേ അല്ലാഹ്. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അവരുടെ മക്കള്, ഞങ്ങളുടെ മക്കള്, കുടുംബങ്ങള് എല്ലാവരെയും നീ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കാമിലായ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഹലാലായ മാർഗത്തിലുള്ള മഈശത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ഖജനാവ് കണ്ടിട്ട് വാങ്ങിയ കടങ്ങള്, ബാധ്യതകള്, ഹക്കുകള്, ഇടപാടുകളെല്ലാം നീ തീർത്തു തരണേ അല്ലാഹ്. വിദേശത്തുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. കച്ചവടമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. നിത്യം കടത്തിലാവുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഔലിയാക്കന്മാർ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങളെ ഹക്ക് കൊണ്ട് അവർക്ക് നീ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. അർഹമർറാഹിമായ അല്ലാഹ്, രോഗികളായി വീട്ടിലും ഹോസ്പിറ്റലിലും കഴിയുന്ന ധാരാളം ആളുകളുണ്ട് റബ്ബേ. അവർക്ക് മുഴുവനും പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. വയറുവേദനയുള്ളവരുണ്ട് റബ്ബേ, ഊരവേദനയുള്ളവരുണ്ട് റബ്ബേ, കാലുകടച്ചിലുള്ളവരുണ്ട് റബ്ബേ, രാപ്പനിയുള്ളവരുണ്ട് റബ്ബേ, ശ്വാസം മുട്ടുള്ളവരുണ്ട് റബ്ബേ, ഒച്ചയെടുക്കാൻ കഴിയാത്തവരുണ്ട് റബ്ബേ. മുഴുവൻ ആളുകൾക്കും പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. വീടില്ലാത്തവരുണ്ട് റബ്ബേ, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് റബ്ബേ. അവർക്ക് നീ ഖൈറായ വീട് നൽകണേ അല്ലാഹ്. അവർക്ക് സന്തോഷകരമായ ജീവിതം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. കിഡ്നി ഡയാലിസ് ചെയ്യുന്നവരുണ്ട് റബ്ബേ. ഡയാലിസ് ചെയ്തിട്ട് 3-4 മണിക്കൂർ ഹോസ്പിറ്റലിൽ കട്ടിലിൽ കിടക്കുന്നവരുണ്ട് റബ്ബേ. അവർക്ക് വലിയ ക്ഷീണങ്ങളും തളർച്ചകളും വിഷമങ്ങളും ഉള്ളവരാണ് റബ്ബേ. ഡയാലിസിൽ നിന്ന് നാരിയത്ത് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ മഹാമാരിയിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മഹാന്മാരി ക്ലോസറ്റായവരുണ്ട് റബ്ബേ, പോസിറ്റീവായവരുണ്ട് റബ്ബേ. അവർ വിഷമിക്കുകയാണ് റബ്ബേ, പ്രയാസപ്പെടുകയാണ് റബ്ബേ. പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. ഹാസിദീങ്ങളെ ഹസദ്, വാലിമിൻ്റെ ളുൽമ്, കാഫിരീങ്ങളെ കുഫർ, മാക്കരിയങ്ങളെ മക്കർ, സിഹറന്മാരുടെ സിഹർ, കണ്ണന്മാരുടെ കണ്ണേർ, നാവന്മാരുടെ നാവേറിൽ നിന്നവരെയും ഞങ്ങളെയും എല്ലാവരെയും നീ കാക്കു റബ്ബേ. രോഗങ്ങളോ സിഹറുകളോ ഹമ്മുകളോ തിടുക്കങ്ങളോ ബലാകളോ മുസീബത്തുകളോ ഷെറുകളോ ഞങ്ങൾക്ക് വരാതെ നീ കാക്കു റബ്ബേ. അപകട മരണങ്ങൾ, ആക്സിഡന്റ്, പെട്ടെന്നുള്ള മരണങ്ങൾ, കീറിമുറിക്കുന്ന മരണങ്ങൾ, മക്കളെ എത്തിയുമാക്കുന്ന, ഭാര്യമാരെ വിധവകളാക്കുന്ന, കുടുംബത്തിന് നഷ്ടം വരുന്ന എല്ലാ മരണങ്ങളെ തൊട്ടും നീ ഞങ്ങളെല്ലാവരെയും കാക്കണം റബ്ബേ. ദുബൈയിൽ ഷാർജയിലുള്ള 2 സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. ഒരു സ്വലാത്തുൽ നാരിയ ചൊല്ലിയിട്ടുണ്ട് അല്ലാഹ്. അവരുടെ സ്ഥാപനങ്ങളിൽ ഉയർച്ചയും വളർച്ചയും നൽകണേ റബ്ബേ. ബിസിനസ് നൽകണേ റബ്ബേ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. ഹലാലായ മാർഗത്തിലുള്ള മഈശത്ത് സ്ഥാപനങ്ങളെ കൊണ്ട്
പടച്ചോനെ അതിൻ്റെ പാർട്ട്ണർമാർക്ക് നീ നൽകണേ റബ്ബേ. തടസ്സങ്ങളില്ലാത്ത നിലക്ക് നൽകണേ റബ്ബേ. ഈ ഡിസംബർ മാസം ഒരു സ്ഥാപനം തുറക്കാനുള്ള ഒരാൾ ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇല്ലാതെ തുറക്കാൻ തൗഫീഖ് നൽകണം റബ്ബേ. ഏതെങ്കിലും പേപ്പറുകൾ ശരിയായി കിട്ടാത്തതുണ്ടെങ്കിൽ അല്ലാഹുവേ നീ ശരിയാക്കി കൊടുക്കണേ റബ്ബേ. നാരിയത്ത് സ്വലാത്തിന്റെ കറാമത്ത് ബർക്കത്ത് കൊണ്ട് മദീനയുടെ കറാമത്ത് കൊണ്ട് നീ ശരിയാക്കി കൊടുക്കണേ റബ്ബേ. ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ബേജാറുകളും പരീക്ഷണങ്ങളും തട്ടി മാറ്റിത്തരണം റബ്ബേ. അല്ലാഹുവേ റബ്ബേ രാജാവായ അല്ലാഹ്, കീറി മുറിക്കുന്നതിൽ നിന്ന്, ഡോക്ടർമാർ കത്തി കൊണ്ട് മുറിക്കുന്നതിൽ നിന്ന് എല്ലാവരെയും കാക്കണം അല്ലാഹ്. നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്. ആരെയും വിഷമത്തിലും പ്രയാസത്തിലും പരീക്ഷണത്തിലും പെടുത്തല്ല അല്ലാഹ്. സങ്കടപ്പെടുത്തല്ലേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. പഠിച്ചവനെ നാളെ ആഖിറത്തിൽ അമല് കൊടുക്കാനോ ഇറച്ചി വിച്ച് കൊടുക്കാനോ നീ എത്തിക്കല്ല റബ്ബേ. ആരെല്ലാം കടക്കാരുണ്ട് അവരുടെയൊക്കെ കടങ്ങൾ വീട്ടി കൊടുക്ക് റബ്ബേ. അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്ക് റബ്ബേ. പ്രയാസങ്ങൾ നീക്കി കൊടുക്ക് റബ്ബേ. ശരീരത്തിലുള്ള രോഗങ്ങൾ ശിഫയാക്കി കൊടുക്ക് റബ്ബേ. മക്കളിലുള്ള രോഗങ്ങൾ, ഭാര്യമാരിലുള്ള രോഗങ്ങൾ, ഭർത്താക്കന്മാരിലുള്ള രോഗങ്ങൾ, കുടുംബത്തിലുള്ള രോഗങ്ങൾ പൂർണ്ണമായി ശിഫ നൽകി റബ്ബേ. പഠിച്ചവനെ ഖത്തറിലുള്ള കഫ്തേരിയ ഞങ്ങളുടെ സ്നേഹിതന്മാർ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ബർക്കത്ത് ചെയ്യണം പഠിച്ചവനെ. ഖൈർ നൽകണം റബ്ബേ. സന്തോഷം നൽകണം റബ്ബേ. മഖബൂലും മർദിയുമായ ഹജ്ജ് ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണം റബ്ബേ. ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളുടെ ദുആ നീ ഏറ്റെടുക്കണം റബ്ബേ. പഠിച്ചവനെ ഇവിടെ നടക്കാനിരിക്കുന്ന കുത്തുബിയ്യത്ത് നീ ഏറ്റെടുക്കണം റബ്ബേ. അതിനുവേണ്ടി സ്വതക്ക ചെയ്യുന്നവർ, പാവപ്പെട്ടവർക്ക് അരിയിറച്ചിയും കൊടുക്കാൻ, നെയ്യും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നീ കബൂൽ ചെയ്യണം റബ്ബേ. അതുപോലെ പഠിച്ചവനെ പല നിലക്കും പലരുടെയും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ നിർവഹിക്കാൻ, അതിനാരോട് എന്ത് ചോദിച്ചാലും കിട്ടാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ. ഞങ്ങളുടെ മറതികൾ നീക്കിത്തരണം റബ്ബേ. ഓർമ്മ ശക്തി നൽകണം റബ്ബേ. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണം റബ്ബേ. ഞങ്ങളുടെ സഹോദരിമാർ മറഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവേ നിനക്ക് മാത്രം ദിക്റ് ചൊല്ലി ഖുർആൻ ഓതി, അതുപോലെ തസ്ബീഹ് നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, രാവ് മുഴുവനും നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ച്, ഖുർആൻ ഓതി വിഷമിച്ച് കണ്ണുനീരൊലിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. അവർക്കെല്ലാവർക്കും നീ അതിൻ്റെ പ്രതിഫലം നൽകണേ റബ്ബേ. പകരം സ്വർഗം നൽകണേ റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധങ്ങളും സാഹോദര്യങ്ങളും നീ നിലനിർത്തി തരണം റബ്ബേ. സമാധാനം നൽകണം റബ്ബേ. റാഹത്ത് നൽകണം റബ്ബേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഞങ്ങളെ മരിപ്പിക്കണം റബ്ബേ. ഏറ്റെടുത്ത് എന്തെല്ലാം ആർക്കെല്ലാം ദുആരക്കാമെന്ന് പറഞ്ഞോ അവരുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഹലാലായ മുറാദ് ഹാസിലാക്കി തരണം റബ്ബേ. ഏറ്റെടുത്തവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശരിപ്പെടാനുണ്ടോ അതൊക്കെ നീ ശരിപ്പെടുത്തി കൊടുക്കണം റബ്ബേ. ഈ ഏറ്റെടുത്തവരുടെ വീടുകളിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹം നീ എളുപ്പമാക്കി കൊടുക്കണം റബ്ബേ. കല്യാണം കഴിയാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം റബ്ബേ. അവർക്ക് സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ വധുവിനെയും വരന്മാരെയും നീ എത്തിക്കണം റബ്ബേ. റഹ്മാൻ റഹീമായ അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. റാഹത്ത് നൽകണേ റബ്ബേ. സന്തോഷമായി കീറി മുറിക്കാതെ പ്രസവിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ആരെല്ലാം എൻ്റെ കൂട്ടുകാർ, സ്നേഹിതന്മാർ, സഹപാഠികൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്തെല്ലാം കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചോ അവരുടെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം റബ്ബേ. നീ ഏറ്റെടുക്കണം റബ്ബേ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണം റബ്ബേ. ബുദ്ധിമുട്ടുകളൊക്കെ നീ അകറ്റി കൊടുക്കണം റബ്ബേ. കണ്ണ് കാണാത്ത എൻ്റെ ദുആ നീ കബൂലാക്കണം റബ്ബേ. ഉമ്മാടെ മുഖം കാണാത്ത, രാവ് കാണാത്ത, പകല് കാണാത്ത, പ്രപഞ്ചം കാണാത്ത ദുന്യാവിൻ്റെ ഒരവസ്ഥയും തിരിച്ചറിയാത്തവൻ്റെ ദുആ നീ കബൂലാക്കണം റബ്ബേ. സ്വീകരിക്കണം റബ്ബേ. ഇജാബത്ത് നൽകണം റബ്ബേ. ഉത്തരം തരണേ അല്ലാഹ്. ഞങ്ങളിലുള്ള കണ്ണേറ്, സിഹ്റ്, നാവേറ്, നാപ്പിരാക്ക്, മനപ്പിരാക്ക്, അസൂയക്കാര്, കിബിറന്മാര്, പടച്ചോനെ ഞങ്ങളെ വേദനിപ്പിക്കുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ, അവരുടെ ഷർറുകളെ തൊട്ട് നീ കാക്കണം റബ്ബേ. ഈ മഹാമാരിയിൽ ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, മഈശത്തിന് വേണ്ടി വിഷമിക്കുന്നുണ്ടോ അവരുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റബ്ബേ. ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണം റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ജോലി നൽകണം റബ്ബേ. റാഹത്തുള്ള ജോലി നൽകണം റബ്ബേ. സന്തോഷകരമായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം റബ്ബേ. മലഊനായ ശൈത്താൻ ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മുഴുവൻ ആളുകളെയും കാക്കണം അല്ലാഹ്.
അവസാനമായി നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ദുആഇനെ നീ തട്ടല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് തരണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ടും മദരീകളെ ഹക്ക് കൊണ്ടും ഓസുല്ലാലമിൻ്റെ ഹക്ക് കൊണ്ടും റിഫായി ഷേഖിൻ്റെ ഹക്ക് കൊണ്ടും അജ്മീർ ഖാജയുടെ ഹക്ക് കൊണ്ടും നിസാമുദ്ദീൻ ഔലിയാടെ ഹക്ക് കൊണ്ടും ഷേഖുൽ ഹമീദ് വലിയുള്ളാടെ ഹക്ക് കൊണ്ടും ദാവൂദ് ഹക്കീം വലിയുള്ളാടെ ഹക്ക് കൊണ്ടും ഏർവാടി ശുഹദാക്കളുടെ ഹക്ക് കൊണ്ടും മമ്പുറം തങ്ങളെ ബർക്കത്ത് കൊണ്ടും ഉമർഖാദിയുടെ ഹക്ക് കൊണ്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും ഞങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബത്തിനും ആരെല്ലാം എന്തെല്ലാം സങ്കടത്തിലാണോ അതിനൊക്കെയും നീ ആ സങ്കടങ്ങളൊക്കെ തീർത്തു അവർക്കും ഞങ്ങൾക്കും അർഹമായ സമാധാനവും സന്തോഷവും പ്രതിഫലവും നീ നൽകണം അല്ലാ. അവരെയും ഞങ്ങളെയും ഒരാളെ മുന്നിലും കൈനീട്ടാതെ യാചിക്കാതെ ചോദിക്കാതെ നല്ല നിലക്ക് മരിക്കുന്നത് വരെ ഒരാളോടും ഞങ്ങളുടെ ആവശ്യം പറയാതെ ജീവിക്കാൻ തൗഫീഖ് നൽകുക അല്ലാ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.